ഹലോ എവരി വൺ. നമ്മളപ്പോൾ ഇന്ന് ഒരു ക്ലാസ് തുടങ്ങാനായിട്ട് പോവാണ്. അതായത് സൈക്കോളജിയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ജനറൽ പേപ്പറിൽ സൈക്കോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സൈക്കോളജിയുടെ പോർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. കാരണം സൈക്കോളജി ഭാഗത്ത് നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് ജനറൽ പേപ്പർ നമുക്ക് ക്വാളിഫൈ ആവാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സൈക്കോളജിയുടെ പോർഷൻസ് പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ സൈക്കോളജിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സൈക്കോളജിയിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ പഠിക്കാനായിട്ട് ഉള്ളത് നമ്മളെ അതായത് ഡെവലപ്മെന്റ്, ബേസിക് കോൺസെപ്റ്റ്സ് അബൌട്ട് ഡെവലപ്മെന്റ് ആണ്. അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസുകൾ പഠിക്കാനുണ്ട് നമുക്ക്. ഇപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഗ്നിറ്റീവ് തിയറീസുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള തിയറീസുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, അതുപോലെ മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ്, അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ്. അതുപോലെ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്, ട്രേറ്റ് അപ്രോച്ച്, അങ്ങനെയുള്ള കുറച്ച് തിയറീസ്, ഇന്റലക്ച്വൽ തിയറീസുകൾ, അങ്ങനെയുള്ള തിയറീസ് ആണ് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു നീണ്ടൊരു ക്ലാസ് ഒന്നും ആവില്ല. കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ടാണ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാനും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് സൈക്കോളജി. സൈക്കോളജിയിൽ നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കുന്നത് നമ്മളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതായത് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സ്ട്രക്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ആണ്. അതായത് നമ്മളുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ആയിട്ടുള്ളതും അതുപോലെ എന്താണ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന വേർഡ്സ് തന്നെയാണ്, അതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് തന്നെയാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ ഗ്രോത്ത് ആസ് വെൽ ആസ് എന്താണ് ദോസ് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ വിച്ച് റിസൾട്ട് ഫ്രം എൻവയോൺമെന്റൽ സ്റ്റിമുലേഷൻ. അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറിലും അതുപോലെ നമ്മളെ ഫിസിയോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണെങ്കിൽ, സ്ട്രക്ചർ ഗ്രോത്ത് പറയുമ്പോൾ എന്താണ് നമ്മളുടെ സ്ട്രക്ചറും ഉണ്ട്, ഒപ്പം തന്നെ എന്താണ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. സ്ട്രക്ചർ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇപ്പൊ ഗ്രോത്തും അതുപോലെ തന്നെ ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻസ്? ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇതിന് ക്വസ്റ്റ്യൻസ് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാന്ന് വിചാരിച്ചത്. സോ നമ്മളുടെ ഗ്രോത്തും അതുപോലെ തന്നെ ഡെവലപ്മെന്റും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതെന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ? അതായത് ഗ്രോത്ത് ആണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും ഗ്രോത്ത് ആവുമ്പോൾ. അതായത് ഇത്ര ഹൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് ആണ്. ഡെവലപ്മെന്റ് ആണെങ്കിൽ അതെന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്. അതായത് ഇപ്പോൾ ഇന്റലിജന്റിന്റെ കേസിനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ്, അതൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതങ്ങനെ മെഷർ, അതായത് ഒരു ഹൈറ്റ് വെയിറ്റ് പോലെ അത്ര അങ്ങനെ മെഷർ ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ അതെന്തായാലും ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഉള്ളതാണ്. അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ
എന്താണ് ആ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതായത് ബിഹേവിയറിലൊക്കെ ഉണ്ടാവുന്ന അത്തരം ചേഞ്ചസുകളാണ്. പിന്നെ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്, നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തല്ല, നോട്ട് എ കണ്ടിന്യൂസ് എന്താണ് പ്രോസസ്. ഗ്രോത്ത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല. പക്ഷെ ഡെവലപ്മെന്റ്, അതായത് ഗ്രോത്ത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അത് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. ഒരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ അത് എൻഡ് ആവും. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് പ്രോസസ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്താണ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡെവലപ്മെന്റ് ഒരു എന്താണ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്താണ് ആ പ്രോസസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ഫ്രം ദി വോം ടു ടോം, അതായത് നമ്മളുടെ ജനനം മുതൽ നമ്മളുടെ മരണം വരെ അതെന്ത് നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ എന്താവുന്നില്ല, സ്റ്റോപ്പ് ആവുന്നില്ല. സോ അതെന്താണ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പിന്നെ എന്താ പറയുന്നത്, അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണെങ്കിൽ, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഓർഗാനിസത്തിന്റെ ഹോൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസിനെയാണ്. മറ്റെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ചേഞ്ചസ്, അതായത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയാം. പക്ഷെ ഡെവലപ്മെന്റ് ആണെങ്കിൽ അതെന്താണ്, എ ചേഞ്ച് ഇൻ ദ ഓർഗാനിസം ആസ് എ ഹോൾ, ഒരു മൊത്തത്തിലുള്ള ചേഞ്ച് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഏതാണ് ഇപ്പൊ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അതുപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രോത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ ഓർ ലേണിംഗ്. അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെച്ചുറേഷൻ അല്ലെങ്കിൽ ലേണിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, മെച്ചുറേഷൻ ആൻഡ് ലേണിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രോത്ത് ഒരു പ്രോഗ്രസീവ് പ്രോസസ് ആകാം, അല്ലെങ്കിൽ എന്താകാം, അതൊരു റിഗ്രസീവ് പ്രോസസ് ആകാം. ഒന്നെങ്കിൽ എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രോഗ്രസീവ് ആകാം, അല്ലെങ്കിൽ അതെന്താകാം റിഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എപ്പോഴും എന്തായിരിക്കും, ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഗ്രോത്ത് നമ്മൾ പറഞ്ഞു അത് എന്താണ് സ്ട്രക്ചറൽ. ഗ്രോത്ത് സ്ട്രക്ചറൽ ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫങ്ഷണൽ ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ആണ്. അപ്പൊ ഇത്രയും കുറച്ച് ബേസിക് ആയിട്ടുള്ള എന്താണ് ഡിഫറൻസുകളാണ് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ പറഞ്ഞത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താണ് ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറിൽ അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണെങ്കിൽ, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഓർഗാനിസത്തിൽ ആസ് എ ഹോൾ ഉണ്ടാവുന്ന ചേഞ്ച്, അതായത് ബിഹേവിയർ അങ്ങനെ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഗ്രോത്ത് ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ, ഡെവലപ്മെന്റ് എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെങ്കിൽ, ഡെവലപ്മെന്റ് എന്താണ്, ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതെന്താണ് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ അത് എൻഡ് ആവും. അതുകൊണ്ടാണ് അതിന് കണ്ടിന്യൂസ് പ്രോസസ് അല്ല എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്താണ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതുപോലെ ഗ്രോത്ത് പ്രോഗ്രസീവ് ആകാം അല്ലെങ്കിൽ റിഗ്രസീവ് ആകാം. എന്നാൽ ഡെവലപ്മെന്റ് പ്രോഗ്രസീവ് ആയിരിക്കും. ഗ്രോത്ത് എന്താണ് സ്ട്രക്ചറൽ ആണ്, എന്നാൽ ഡെവലപ്മെന്റ് ഫങ്ഷണൽ ആണ്. സോ ഇതാണ് നമ്മൾ ഗ്രോത്ത് ഇൻ ഡെവലപ്മെന്റിന്റെ ഒരു ജസ്റ്റ് ഒരു എന്താണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസുകൾ ഉണ്ട്. ഈ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് എന്താണ് കാര്യങ്ങളാണ് സിഫാലോ കാഡൽ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഡെവലപ്മെന്റ് ഗ്രോത്ത് എന്താന്ന് പറഞ്ഞു, ഡെവലപ്മെന്റ് എന്താന്ന് പറഞ്ഞു. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം അത് നമ്മുടെ വോം ടു ടോം അത് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിന്റെ വേറെ രണ്ട്, അതായത് ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് പ്രിൻസിപ്പിൾ ആണ്, ഓർത്തു വെക്കേണ്ടതാണ്. ഒന്നെന്താണ്, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിഫാലോ കാഡൽ പ്രിൻസിപ്പിൾ. എന്താണ് സിഫാലോ എന്താണ് സിഫാലോ കാഡൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? സിഫാലോ കാഡൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അതായത് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഈ ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഫ്രം ഹെഡ് ടു ഡൗൺവേർഡ്. അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് പ്രൊസീഡ് ചെയ്യുന്നത് ഫ്രം ഹെഡ് ടു ഡൗൺവേർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആലോചിച്ചാൽ കിട്ടും. ഇവിടെ നമ്മൾ ഹെഡ്, ഈ സിഫാലോ എന്ന് പറയുന്ന ടേം ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം എന്താണ്, ഹെഡ് റീജിയനെയാണ് നമ്മൾ സിഫാലിക് റീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഹെഡ് റീജിയൻ ആണ്. അപ്പോൾ ഹെഡ് ടു എന്താണ്
ഹെഡിൽ നിന്നും എന്താണ് ഡൗൺവേർഡിലേക്ക്, അതായത് ഹെഡിൽ നിന്നും എന്താണ് നമ്മളുടെ ആംസിലേക്ക്, ഹെഡ് ടു ആംസ്, ദെൻ എന്താണ് ടു ലെഗ്സ്. അതായത് മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്തെന്ന് പറയാം, ഹെഡ് ടു ഡൗൺവേർഡ്, ഹെഡ് ടു ഡൗൺവേർഡ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഹെഡ് ടു ഡൗൺവേർഡ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, സിഫാലോ കാഡൽ പ്രിൻസിപ്പിൾ. ഇതിന്റെ ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഡെവലപ്മെന്റിന്റെ ടൈം പറയുകയാണെങ്കിൽ ഒരു 6 to 8 month ആകുമ്പോഴാണ്, ഏകദേശം ഒരു 6 to 8 monthലാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുക. ഒരു ഇൻഡിവിജ്വൽ ബോൺ ചെയ്ത് 6 to 8 month ആകുമ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് സിഫാലോ കാഡൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ എന്താണ് സിഫാലോ കാഡൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഹെഡ് ടു എന്താണ് അതായത് ഹെഡ് ടു ഡൗൺവേർഡ് റീജിയനിലേക്കാണ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്തിന്റെ ഡിറക്ഷൻ നടക്കുക. അതായത് ഒരു ചൈൽഡ് ഫസ്റ്റ് കൺട്രോൾ ഗെയിൻ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഹെഡ് റീജിയനിലായിരിക്കും. ഫസ്റ്റ് കൺട്രോൾ ഗെയിൻ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഫസ്റ്റ് കൺട്രോൾ ഗെയിൻ ചെയ്യുന്നത് ഹെഡ് റീജിയനിലേക്കായിരിക്കും. ദെൻ ആംസിലേക്ക് പോകും, ദെൻ എന്താണ് ദെൻ ലെഗ്സ്. അപ്പോൾ അതായത് ഹെഡ് ടു എന്താണ് ഡൗൺവേർഡ് ഡിറക്ഷൻ ആണ്. അതാണ് എന്ത് സിഫാലോ കാഡൽ പ്രിൻസിപ്പിൾ. ഇതുപോലെ തന്നെ വരുന്നതാണ് നെക്സ്റ്റ് എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ, പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്രം എന്താണ് സെന്റർ ടു പെരിഫറി എന്നാണ് പറയുക. അതായത് ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യുന്നത് ഫ്രം സെന്റർ ഓഫ് ദി ബോഡി ടു ദ ഔട്ടർ പാർട്സ്, സെന്റർ ഓഫ് ദ ബോഡി ടു ദി ഔട്ടർ പാർട്സ് ആണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. എവിടെയാണ്, സെന്റർ ഓഫ് ദ ബോഡി ടു ദി എന്താണ് ഔട്ടർ പാർട്സ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, സെന്റർ ഓഫ് ദ ബോഡി ടു ഔട്ടർ പാർട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് സെന്റർ ടു പെരിഫറി എന്നും പറയാം, സെന്റർ ടു പെരിഫറി എന്നും പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, സ്പൈനൽ കോഡ് ടു ഔട്ടർ പാർട്സ് എന്നും പറയാം. എന്ത് പറയാം, സ്പൈനൽ കോഡ് ടു ഔട്ടർ പാർട്സ്, സ്പൈനൽ കോഡ് ടു ഔട്ടർ പാർട്സ് എന്ന് പറയാം. അതെന്താണ്, പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്, സിഫാലോ കാഡൽ പ്രിൻസിപ്പിൾ. അവിടെ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ് ഡിറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, ഫ്രം ഹെഡ് ടു ഡൗൺവേർഡ് ആണ്. അതായത് ഫ്രം ഹെഡ് ടു ആംസ് ദെൻ ടു ലെഗ്സ്, അങ്ങനെ അത് 6 to 8 month ആണ്. എന്നാൽ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിളിലാണെങ്കിൽ അവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം സെന്റർ ഓഫ് ദ ബോഡി ടു ദ ഔട്ടർ പാർട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സെൻട്രൽ ടു പെരിഫറി ഓഫ് ദ ബോഡി പറയാം, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ടു ഔട്ടർ പാർട്സ് ഇങ്ങനെയും പറയാം. സോ ഇത് നടക്കുന്നത് ഏകദേശം ഒരു എത്രയാണ്, ഏകദേശം ഒരു 8 to എന്താണ് 12 month ആകുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡെവലപ്മെന്റിന്റെ എന്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ അതൊരു ക്യുമുലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ് ഡെവലപ്മെന്റ് എപ്പോഴും നടക്കുന്നത് ഫ്രം ജനറൽ ടു സ്പെസിഫിക്, അത് ആലോചിക്കണം. അപ്പൊ ഈ രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇനി പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഡെവലപ്മെന്റ് എപ്പോഴും എന്താണ് ഡെവലപ്മെന്റ് എപ്പോഴും നടക്കുന്നത് എങ്ങനെയായിരിക്കും, ഡെവലപ്മെന്റ് നടക്കുന്നത് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ്, ഫ്രം ജനറൽ ടു സ്പെസിഫിക്, ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ് എന്ത് നടക്കുന്നത്, ഡെവലപ്മെന്റ് നടക്കുക. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ഇൻഫാന്റ് ബോൺ ചെയ്താൽ ആ ഒരു ഇൻഡിവിജ്വല് ഒരു ഹാപ്പിനെസ് കാണിക്കുക, അതായത് ടോട്ടൽ ബോഡിയിലെ എക്സ്പ്രഷൻ ആയിട്ടായിരിക്കും. അതായത് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അതിന് ഹാപ്പി വന്നാൽ അത് ടോട്ടൽ ബോഡിയിലെ എക്സ്പ്രഷൻ ആയിട്ടായിരിക്കും അതിന്റെ ഹാപ്പിനെസ് അത് ഷോ ചെയ്യുക. പക്ഷേ പിന്നെ അത് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച്, അത് ഓൾഡർ ആവുന്നതിനനുസരിച്ചിട്ട് അതിന്റെ റെസ്പോൺസ് എന്തായി മാറുകയാണ്, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യമായിട്ട് ചുരുങ്ങും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ചെറിയ കുട്ടിയാകുമ്പോൾ ഫുൾ ബോഡി എക്സ്പ്രഷനിലൂടെ ഹാപ്പിനെസ് കാണിച്ചിരുന്ന ഒരു കുട്ടി ജസ്റ്റ് ഒരു സ്മൈലിലൂടെ ആയിരിക്കും പിന്നെ ഒരു എന്ത് കാണിക്കുക, അതിന്റെ ഹാപ്പിനെസ് കാണിക്കുക. അപ്പോൾ ജനറൽ ടു സ്പെസിഫിക് ആണ് എന്ത് ഡെവലപ്മെന്റ്, അത് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ജസ്റ്റ് ആലോചിച്ച് വെക്കുക. നമുക്ക് തെറ്റിച്ചിട്ട് ചോദിക്കും, അതായത് സ്പെസിഫിക് ടു ജനറൽ ആണോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, സ്പെസിഫിക് ടു ജനറൽ ആണോ ജനറൽ ടു സ്പെസിഫിക് ആണോ ചോദിച്ചാൽ ഡെവലപ്മെന്റ് എപ്പോഴും പ്രൊസീഡ് ചെയ്യുന്നത് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ്. പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് വരിക.
അതൊക്കെയാണ് പിന്നെ അതിലുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്, ഒന്ന് ഗ്രോത്ത് എന്താണ്, ബേസിക് ആയിട്ടൊരു ഐഡിയ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്, രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണ്, പിന്നെ ഈ ഡെവലപ്മെന്റിൽ വരുന്ന രണ്ട് എന്താണ് പ്രിൻസിപ്പിൾസ്, ഫാലോ കാഡൽ പ്രിൻസിപ്പിളും പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. അതുപോലെ ഡെവലപ്മെന്റ് എപ്പോഴും ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു പോർഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് എന്താണ് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, പിന്നെ ഈ രണ്ട് പ്രിൻസിപ്പിളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്താണ് എക്സാമിന്റെ സമയത്ത് ഉപകാരപ്പെടും. ഈ കേട്ടറ്റ് എക്സാമിനൊക്കെ ഈ ഒരു എന്താണ് പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജനറൽ ടു സ്പെസിഫിക്, അതുപോലെ സിഫാലോ കാഡലും പ്രോക്സിമ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെറ്റിനും ചോദിച്ചുകൂടാ എന്നില്ല. സോ അത് നോട്ട് ചെയ്ത് വെക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് പറയുക, ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നോട്ട് എഴുതുക. ഓക്കെ, ഓക്കെ, താങ്ക് യു.